ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മുമ്പാകെ ബോധിപ്പിക്കുന്ന പരാതി എന്തെന്നാൽ. ഹലോ, ആ അപ്പൊ പറയാനുള്ള അപേക്ഷയല്ലേ? ആ അപ്പൊ പറയണ്ട, എഴുതിയാ മതി. ഇതിന്റെ സസ്പെൻസ് പൊളിയും. ശരി ശരി ഇപ്പൊ തുളസി, കുമ്മാട്ടി എന്ന് പറഞ്ഞ ഓണത്തിനൊരു കലയല്ലേ? പൂന്തോട്ടി, മുക്കുറ്റി, തിരുതാളി, അടച്ചു കെട്ടിത്താ മരുന്നോ നല്ല മരുന്ന്, മരുന്നോ നല്ല മരുന്ന്, ആറ്റുമരുന്ന്, നീറ്റുമരുന്ന്, ആറ്റുമരുന്ന്, അയ്യ മരുന്നോ നല്ല മരുന്ന്. മിസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് ഭുവനല്ല, ഭുവന്റെ ചന്ദ്രൻ. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് എന്ത് കാര്യം? ഇവിടുത്തെ റോഡുകളൊക്കെ കണ്ടില്ലേ? റോഡുകളൊക്കെ തല്ലി പൊളിഞ്ഞു കിടക്കുക, ടൈൽസ് ഒക്കെ പൊളിഞ്ഞു കിടക്കുക. ടൈൽസ് ഒക്കെ മാറ്റാറായില്ലേ? ടൈൽസ് പിന്നെ മാറ്റാം. ആദ്യം ഞാൻ എന്റെ പൈൽസ് ഒന്ന് മാറ്റട്ടെ, അതിനുള്ള പച്ച മരുന്നാണിത്. മനസ്സിലായോ? ഇതല്ല ഇതിലും വലുത് വരും. നാട്ടുകാരെ പറ്റിച്ച് തിന്നണതല്ലേ വരും. താൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് ഇവിടെ എന്താണോ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ നടക്കുന്നത്? ഞാൻ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോ ഇവിടെ പ്രശ്നങ്ങളെങ്കിലും നടക്കുന്നുണ്ട്. നിങ്ങൾ പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോ ഇവിടെ എന്തെങ്കിലും നടന്നിരുന്നാ? അങ്ങനെ പറയരുത്. ഞാൻ ഒരുപാട് പദ്ധതികളൊക്കെ നടപ്പാക്കിയിട്ടുണ്ടല്ലേ. ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത്, എന്റെ കാലത്താണല്ലോ പല പദ്ധതികളും നടപ്പാക്കിയത്. എന്തെല്ലാം പദ്ധതികളായിരുന്നു എന്റെ മനസ്സിൽ. നിങ്ങളുടെ മനസ്സിൽ കുറെ പദ്ധതികൾ ഉണ്ടായിരുന്നു. ആ പദ്ധതികൾ ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായപ്പോഴാണ് നിങ്ങളുടെ പദ്ധതി കഴിഞ്ഞു പോയതും എന്നിവിടെ പ്രസിഡന്റ് ആക്കിയതും. അതല്ലേ സത്യം? അത് കറക്റ്റ്. ഞാനിവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ റോഡും കളവും നന്നാക്കിയില്ലേ? അത് പറയരുത്. റോഡും കളവും നന്നാക്കി എന്ന് പറയരുത്, അത് രണ്ടും കൂടി ഒന്നാക്കി എന്ന് പറ. അതല്ലേ സത്യം? അത് കറക്റ്റ്. അതിന്റെ കറക്റ്റ് അവിടെ എഴുതിയാൽ മതി. എടോ, ഞാൻ ഇവിടെ നമ്മുടെ പെൺകുട്ടികൾക്ക് മനസ്സമാധാനമായിട്ടും സ്വസ്ഥമായിട്ട് കുളിക്കാൻ വേണ്ടി കുളിക്കടവ് വൃത്തിയാക്കിയില്ലേ? എന്നിട്ട് കുളിഞ്ഞു നോട്ടക്കാരുടെ ശല്യമില്ലാതിരിക്കാൻ രാവും പകലും ഞാൻ തന്നെ പോയി കാവലിരുന്നില്ലേ? പിന്നെ നിന്റെ ശല്യം കാരണം ആ പഞ്ചായത്ത് കൊടുത്ത ഒറ്റ പെണ്ണുങ്ങൾ കുളിച്ചിട്ടില്ല. അങ്ങനെ ഒരു പരാതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ കുളിക്കടവിൽ CC ക്യാമറ വെച്ചത്. എടോ, അങ്ങനെ ഒരു ക്യാമറ അവിടെ വെക്കണ്ടെങ്കിൽ അതിന്റെ DVR-ഉം സ്ക്രീനും ഈ പഞ്ചായത്തിൽ വെക്കണം. അല്ലാതെ തന്റെ വീട്ടിലും റൂമിൽ കൂടെ അല്ലേ വെക്കേണ്ടത്? അയ്യടാ, ഈ പഞ്ചായത്തിലുള്ള ഒരുത്തനെ എനിക്ക് വിശ്വാസമില്ല. ഇത് വിശ്വാസമില്ലായ്മയല്ല, ഇതൊരു ഒത്തൊരുമയില്ല. അതാ ഒറ്റക്ക് വെട്ടി വീഴണം. അതാണ്. നല്ല വിഷമമുണ്ടല്ലേ? പിന്നെ ഇല്ലാതിരിക്കുമോ? 2 പേരാണ് കുളിക്കണത്. പഞ്ചായത്ത് സെക്രട്ടറി ശക്തിപ്രസാദ് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. അപ്പൊ നേരം വെളുത്ത്. പിന്നെ പ്രസിഡന്റ്, ആ റോഡ് പണിയുടെ ഫണ്ടൊക്കെ കിട്ടിയായിരുന്നോ? രാവിലെ കിട്ടിയല്ല. തന്നേ തീരൂ അവകാശങ്ങൾ, തന്നേ തീരൂ അവകാശങ്ങൾ, തന്നേ തീരൂ. നിർത്തിക്കേ. ഇത് റോഡ് പണിയില് പ്രതിപക്ഷത്തിന്റെ അവകാശം. ആയിക്കോട്ടെ, തന്നു. അത് തീർന്നു. പിന്നെ സെക്രട്ടറിക്ക് എങ്ങനെ? ഞാൻ അവകാശം എടുത്തിട്ടാണല്ലോ അങ്ങോട്ട് തന്നത്. ഇല്ല, പിന്നെ എനിക്ക് കിട്ടത്തില്ലല്ലോ. അത് കിട്ടി. അതവിടെ തീർന്നു. ആർക്കും പരാതിയില്ലല്ലോ. എന്റെ അവകാശം കിട്ടില്ല. മോനൊക്കെ മോനല്ലേ? അതെ. അപ്പൊ അച്ഛന്റെ കാലം ശേഷം മോന് കിട്ടാനുള്ള അവകാശം മോന് കിട്ടും. അവിടെ പോയി നമ്മുടെ പഞ്ചായത്തിൽ വികസനങ്ങൾ ഉണ്ടാകണം, എന്നാലേ നമുക്ക് വികസനം ഉണ്ടാവുള്ളൂ. വികസനം വരട്ടെ. എത്ര കിട്ടിയാലും ആർത്തി മാറൂല അല്ലേ? പേരെന്താന്ന് പറഞ്ഞത്? ശക്തിപ്രസാദ് എന്നല്ല, ആർത്തിപ്പിശാചി. അങ്ങനെ വേണം പറയാനായിട്ട്. അല്ലല്ല, പുതിയ പദ്ധതികൾ വരുത്തേന്നാ പുള്ളിക്കാരൻ പറഞ്ഞത്. എടോ, ഇത് എപ്പോഴും വരുത്താൻ പറ്റുമോ? എടോ, കഴിഞ്ഞ മാസമല്ലേ ഈ പഞ്ചായത്തിലെ പാവപ്പെട്ട 2 പെൺകുട്ടികളാ ഈ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ട് ഞാൻ കല്യാണം കഴിച്ചു വിട്ടില്ലേ? ആ 2 പെൺപിള്ളേരും പ്രസിഡന്റിന്റെ ജാരസന്ധതിയാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഞാനും പറഞ്ഞ ഈ പെൺപിള്ളേര് ഈ പഞ്ചായത്തിലുള്ളതല്ലേ? എന്റെ ലോകം എന്ന് പറഞ്ഞ ഈ പഞ്ചായത്താ. അതുകൊണ്ട് എന്റെ ഒരു അവിഹിതം പോലും ഈ പഞ്ചായത്തിൽ നിന്ന് പുറത്തു പോകാൻ ഞാൻ സമ്മതിക്കൂല. എന്നിട്ടാണ് കഴിഞ്ഞ ആഴ്ച അടുത്ത പഞ്ചായത്തിലെ നാട്ടുകാരെല്ലാം കൂടി തന്നെ തെങ്ങയെ പിടിച്ച് കെട്ടിയിട്ടത്. അത് അവിഹിതമാണ്. അത് തേങ്ങ ഓർക്കാൻ പോയതല്ലേ? 2 കൂട്ടി കുഴക്കല്ലേ? പകലൂടായിപ്പോണ്ട്. എവിടെയാണോ കോഴി? എന്നെയാണോ? നിങ്ങളല്ല. അപ്പൊ പിന്നെ എന്നെയായിരിക്കും. പഞ്ചായത്തിൽ നിന്ന് മുട്ടക്കോഴി വിതരണോന്നും പറഞ്ഞ് നിങ്ങൾ 100 കോഴിനെ തന്നായിരുന്നാ? ആ 100 കോഴിനെ കിട്ടിയായിരുന്നു. കിട്ടി. മോളുടെ ഭാഗ്യം. ഇവിടെ 100 എന്ന് പറഞ്ഞ 6 പോലും കൊടുക്കാറില്ല. അതല്ല, നിങ്ങൾ 50 പെടക്കോഴി 50 പൂവൻ കോഴി എന്നാണാ പറഞ്ഞത്. എന്നിട്ട് പെട കുറവാണ്. ഇപ്പൊ എത്ര പെടയുടെ കുറവുണ്ട്? തനിക്കൊരു പെടയുടെ കുറവുണ്ട്. എന്റെ കാര്യം അല്ലേ ചോദിച്ചത്. ഈ 100 കോഴികളിൽ പൂവൻ എത്ര, പെട എത്ര? ആകെ കൂടി ഈ ഒരു പെട മാത്രമേ ഉള്ളൂ. ബാക്കി 99 പൂവനാണ്. ഈ പെടക്കോഴിനെ ഇങ്ങോട്ട് വന്നത്? ആ 99 പൂവന്റെ ഇടയിൽ എന്ത് വിശ്വസിച്ച് ഞാൻ ഈ പെടേനെ ഇടും? ഈ പെട അതിന്റെ ഇടയ്ക്ക് എടുത്ത് പെടാപ്പാട് പെടനാണ്.
ഈ പഞ്ചായത്തുകാർ എല്ലാരും കൂടി പറഞ്ഞ എന്നെ പറ്റിക്കണേണ്. പറ്റിച്ചാണ് എന്റെ സഹോദരി, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ കോഴി കുഞ്ഞായിരുന്ന സമയത്ത് ഇത് ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാനുള്ള സാങ്കേതിക വിദ്യയൊന്നും എനിക്കറിയാൻ പാടില്ല. അതെ, ഈ പൂവൻകോഴിനെ കൊണ്ട് മുട്ടയിടിക്കാനുള്ള സാങ്കേതിക വിദ്യ എനിക്കും അറിയാൻ പാടില്ല. ഇതിപ്പോ ആർക്കും അറിയാൻ പാടില്ലാത്ത ഇതിക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഇപ്പൊ എന്താണ് വേണ്ടത്? എനിക്ക് ഒരു പൂവൻ ഒരു പെട വെച്ച് വേണം. ഇത്രയുള്ള അത് പോണ വഴിക്ക് ഒരു ചൂരിൽ മേടിച്ചിട്ടോ, എന്നിട്ട് ഒരു പൂവിന് ഈരണ്ട് പെട വെച്ച് കൊടുക്കും. ഇത് പെടയില്ലാത്തതിന്റെ പേരിൽ മുട്ടയിട്ടില്ല എന്ന് പറയട്ടെ. എന്റെ പ്രസിഡന്റ് ഇതുപോലെ മണ്ടത്തരം വിളിച്ച് പറയല്ലേ. അത് ഞാൻ പറയാം, അതെന്റെ അവകാശം. ഒരു പൂവന് 3 പെട എന്നാണ് പഞ്ചായത്തിന്റെ കണക്ക്. കേട്ടിട്ടില്ലേ? നാം 1 നമുക്ക് 3. പൂവന്റെ ഒരു ഭാഗ്യം. അത് എന്റെ മോത്തൊക്കെ പറയണതിനാ. ഇത് കോഴിക്കണക്കാണ്, അല്ലാതെ എന്റെ പേര് വലിച്ചിരുന്ന കാര്യമുണ്ട്. താൻ ഭുവൻ, അവൻ പറഞ്ഞത് പൂവൻ ആണോ? രണ്ടും കണക്കാ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അല്ല, ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നാടൻ കോഴിയല്ലേ കയ്യിലുള്ളത്, പൂവൻ കോഴി. നാടൻ കോഴിയുടെ ഇറച്ചിക്ക് നല്ല ഡിമാൻഡ് അല്ലേ? ഈ കോഴികളെല്ലാം ഇറച്ചി വിലക്കങ്ങ് കൊടുക്കണം. ഒരെണ്ണം ഞാനും മേടിച്ചോളാം. പ്രസിഡന്റ്, ഈ നാടൻ കോഴിയുടെ ഇറച്ചി നാടൻ കോഴിയുടെ മുട്ടയെന്ന് പറഞ്ഞാലേ അടിപൊളിയാ. അടിപൊളിയും. കഴിഞ്ഞ ദിവസം ഒരു കോഴിമുട്ട മുഴുകി തിന്നതിനാ ഞാനിപ്പോ അനുഭവിച്ചോണ്ടിരിക്കണത്. ദൈവത്തെ ഓർത്ത് കോഴിമുട്ടയുടെ കേസ് കൂടെ പറയല്ലേ. പുള്ളിക്കാരന് മൂലക്കുരുണ്ട്. അയ്യോ സാറിന് മൂലക്കുരുന്റെ അസുഖണ്ടാ? എവിടെയാണ്? മൂക്കത്താണല്ലോ സുണ്ടി. നിങ്ങളൊരു കാര്യം ചെയ്യും, ഇങ്ങനെ പറഞ്ഞു നാറ്റിക്കാതെ ഈ മൂലക്കുരുവിനുള്ള ഒരു മരുന്ന് എന്തെങ്കിലും പറഞ്ഞതാ. അടിയിൽ റവന്യൂ സ്റ്റാമ്പ് മേടിച്ച് ഒട്ടിച്ചാ പോരെ? മൂലക്കുരുവിന് നല്ലതാണ്. അയ്യോ അല്ലല്ല, ഞാൻ എഴുതിയ പരാതി ഇല്ലേ, അതിന്റെ അടിയിൽ റവന്യൂ സ്റ്റാമ്പ് മേടിച്ച് ഒട്ടിച്ചാ പോരെ? ആരെന്തെങ്കിലും കൂടെ തൊട്ടിക്കണോ? ഇപ്പൊ ഞാൻ ഇവിടുത്തെ റവന്യൂ സ്റ്റോപ്പ് മുഴുവനും വേണ്ടാത്തോടത്തൊക്കെ ഒട്ടിച്ചു വെച്ചാൽ അതെ, എന്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കും. എനിക്ക് പോണം. എന്റെ പൊന്നു സഹോദരി, നിങ്ങൾ ധൃതിയും ഒച്ചപ്പാടും ലഹളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിന് പരാതി എഴുതി തന്നാൽ ഞങ്ങൾ അതിന് നടപടി എടുക്കാം. എനിക്ക് പരാതി ഒന്നും എഴുതാൻ അറിയാൻ പാടില്ല. പരാതി എഴുതാനല്ല ഞാനിവിടെ ഇരിക്കണം. പിന്നെ അതെ, കാലത്തോടേക്ക് ആരും വന്നില്ലാന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര പരാതിയിലായി. പേരും പറ. ആക്കിപ്പറമ്പിൽ. എന്നെ ആക്കിയതല്ലോ. അല്ലെന്ന് ശരിക്കും വീട്ടുപേരാണ് ആക്കിപ്പറമ്പിൽ. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് മുൻപാകെ ആക്കിപ്പറമ്പിൽ സിസിലി ബോധിപ്പിക്കുന്ന പരാതി. പഞ്ചായത്തിൽ നിന്നും എനിക്ക് 100 മുട്ടക്കോഴിയെ കിട്ടി. അതിൽ 99 പൂവൻകോഴി ആയിരുന്നു. അതുമൂലം മൂലം പറയല്ലേ. മൂലം പറയല്ലേ, വേണ്ട. കാരണം കേട്ട, അതിന് പകരം കാരണം കേട്ട്. അത് കാരണം എനിക്ക് വേണ്ടത്ര മുട്ടകൾ ലഭിക്കുന്നില്ല. തന്മൂലം പിന്നെ മൂലം കയറ്റി വെക്കും. മൂലം വേണ്ട, അത് എഴുതണ്ട, വേറെ എന്തെങ്കിലും എഴുത്. എന്നാ മൂലത്തിന് പകരം ഞാൻ ചത എഴുതട്ടെ. ഇയാളുടെ പുഷ്പാഞ്ജലി എഴുതാൻ വേണ്ടി ഇരിക്കുവാണ്. പരാതി എഴുതി കൊടുക്കണോ? അത് കാരണം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എന്റെ കോഴിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് ഒപ്പിട്ടോ. ശരിക്കും പറഞ്ഞ ഇത് ഒരു മൂലം മതി. എന്നെ മനഃപൂർവ്വം ഹാസ്യവൽക്കരിക്കാൻ വേണ്ടി പല മൂലമൊക്കെ കയറ്റിയാക്കി. അതെ പരാതി കൊണ്ടൊരു പരാതി കിട്ടിയ സ്ഥിതിക്ക് പ്രസിഡന്റ് നമുക്ക് നടപടി സ്വീകരിക്കണമല്ലോ. അത് സ്വീകരിക്കണം. പിന്നെ നമ്മൾ ഈ പുള്ളിക്കാരത്തേക്ക് മാത്രമല്ല ഈ 100 കോഴിയെ കൊടുത്തേക്കണത്. ഈ പഞ്ചായത്തിൽ ഒരാൾക്ക് കൂടി നമ്മൾ 100 കോഴിയെ കൊടുത്തിട്ടുണ്ട്. അതാർക്കായിരുന്നു? ഇത് ആർക്കത് കിട്ടിയത്? അതെനിക്കായിരുന്നു കിട്ടിയത്. അതിന്റെ ഒരു പരാതി ഞാൻ അങ്ങോട്ട് തരാൻ വേണ്ടി ഇരിക്കുവായിരുന്നു. അതെ, എനിക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് 100 മുട്ടക്കോഴിയെ കിട്ടിയോ? അതിൽ 99 പെടക്കോഴിയായിരുന്നു. ഒരൊറ്റ പൂവനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആ പൂവൻ എന്റെ വീട്ടിൽ കിടന്ന് പെടാപ്പാട് വിടുവാ. എനിക്ക് ആവശ്യത്തിന് മുട്ട കിട്ടുന്നുണ്ട്, പക്ഷെ പ്രജനനം നടക്കുന്നില്ല. കുഞ്ഞുട്ടൻ ജോലിസിനെ വിളിക്ക്. പുള്ളി വന്ന ഉഗ്രം പ്രവചനം. പുള്ളിയുടെ പ്രവചനമല്ല, പ്രജനനം, പ്രത്യുൽപാദനം. ജോലിസിനോട് വരണ്ടെന്ന് പറയരുത്, മണ്ടത്തരം വിളിച്ചു പറയല്ലേ. പരിഹാരം കാണണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏതായാലും എന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശയം തോന്നുകയാണ്. മണ്ടത്തരമല്ല, അതെനിക്ക് പറയാനുള്ളത്. അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ വീട്ടിൽ കുറെ പിടക്കോഴിയുണ്ട്, ഇവരുടെ വീട്ടിൽ ഇഷ്ടം പോലെ പൂവൻ കോഴിയുണ്ട്. അങ്ങനെയാണെങ്കിൽ വീക്കെൻഡുകളിൽ, ആഴ്ച അവസാനങ്ങളിൽ ഇവരുടെ വീട്ടിലുള്ള പൂവൻ കോഴികൾ ഇയാളുടെ വീട്ടിലെ പിടക്കോഴികളുടെ കൂടെ വന്നങ്ങ് ഇടപഴകട്ടെ. അതുപോലെ തന്നെ മറ്റവധി ദിവസങ്ങളിൽ ഇയാളുടെ വീട്ടിലുള്ള പിടക്കോഴി വന്ന് ഇവരുടെ പൂവൻ കോഴികളുടെ കൂട്ടത്തിൽ താമസിക്കട്ടെ. ഒരു ലിവിംഗ് ടുഗദർ സെറ്റപ്പ്. അല്ലേ? ഇതൊക്കെ അങ്ങനെ കുഴപ്പമില്ല അല്ലേ? പക്ഷെ എനിക്ക് അതൊക്കെ മേലൊരു ആശയം എനിക്ക് തോന്നി. മണ്ടത്തരാണേ, അതായിരിക്കുള്ളൂ. ഞാൻ പറയണ്, അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരെയും കോഴികളെ കൂട്ടി ഒരു കല്യാണം നടത്തിയാലാ? ഈ പഞ്ചായത്ത് വക ഒരു സമൂഹ കോഴി കല്യാണം. സൂപ്പർ ഐഡിയ. ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇടക്കൊരു ബുദ്ധി വരുമെന്ന്. അത് കളിക്കാതെ അത് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഭവം ഈ കല്യാണം നമ്മൾ നടത്തിയിരിക്കും. അപ്പൊ നമുക്ക് ഈ പഞ്ചായത്തിലുള്ള ആൾക്കാരെ മാത്രം പോരാ, അടുത്ത പഞ്ചായത്തിലെ ആൾക്കാരെ നമുക്ക് ക്ഷണിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ക്ഷണിക്കുമ്പോ പുറത്തുനിന്ന് വന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കണം. അതിന് ടെൻഷൻ അടിക്കണം എന്തിനാണ്? 200 കോഴി അടക്കയില്ലേ, അതിനകത്ത് 100 കൊടുത്ത് വെട്ടിക്കണ്ടിച്ച് ബിരിയാണി വെച്ച് കൊടുക്കും. നമുക്കിതൊരു ബിരിയാണി ചലഞ്ച് ആക്കാം. അതെ,
പല്ലടിക്കാലോ. നാടൻ കോഴി ബിരിയാണി പൊളിക്കും. അപ്പൊ പരിപാടിയൊക്കെ ഓക്കെയാണ്. അപ്പൊ പിന്നെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാം. പോസ്റ്റ് അടിക്കാൻ പോയിക്കോ, ക്ഷണം തുടങ്ങിക്കോ. ഞാനൊരു പണി ചെയ്യാം, പിരിവ് തുടങ്ങാം. അതെ ഒന്ന് നിർത്തിക്കേ. ഞങ്ങളുടെ കോഴിയുടെ കാര്യത്തിലല്ല നിങ്ങൾ ഈ ഉത്സാഹമൊക്കെ എടുക്കണത്. അതെ ഞങ്ങളുടെ കോഴിയുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എന്തായാലും കല്യാണപ്രായം കഴിഞ്ഞിരിക്കണ പെണ്ണാണ്. ഞാൻ ഈ ചേട്ടനെ അങ്ങ് കെട്ട. അപ്പൊ എനിക്കൊരു ജീവിതവും എന്റെ കോഴിക്കൊരു ജീവിതവും. അല്ലല്ലോ, അതെങ്ങനെ ശരിയാവും? ഈ പുള്ളി ഒന്ന് കെട്ടിയതല്ലേ? അതിനിപ്പോ എന്താണ്? നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരു പൂവന് 3 പെടയെന്നല്ലേ പഞ്ചായത്തിന്റെ കണക്ക്? മനസ്സിലായ? നാം 1 നമുക്ക് 3. അപ്പൊ നമ്മള് 3